ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കർഷകരിൽ നിന്ന് നെല്ല് ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സ്വകാര്യ മില്ലുകൾക്കെതിരെ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ. നെൽകർഷകരെ ദ്രോഹിക്കുന്ന നടപടി തുടർന്നാൽ അടുത്ത വർഷം മുതൽ സർക്കാർ മില്ലുകളായിരിക്കും നെല്ല് സംഭരിക്കുക എന്ന് മന്ത്രി. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പിന്മാറാനുള്ള തീരുമാനം കേരളത്തിലെ വിദ്യാർത്ഥികളോടും ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. വിദ്യാഭ്യാസ മന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും MT രമേശ്. ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച മണ്ണുത്തി വെറ്ററിനറി ഫാമിലെ പന്നികളെ കള്ളിംഗ് നടത്തി. 490ഓളം പന്നികളെയാണ് കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് കള്ളിംഗ് നടത്തിയത്. ഭക്ഷ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. വിമർശനം അസോസിയേഷന്റെ പരിപാടിയിൽ മന്ത്രി പങ്കെടുക്കാതിരുന്നതിനെ തുടർന്ന്. മുള്ളൂർക്കര ആറ്റൂരിൽ നവജാത ശിശുവിനെ പാറമടയിൽ ഉപേക്ഷിച്ച് യുവതിക്കെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. വിവരം പുറത്തറിയുന്നത് യുവതി ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ. ഉദയാസ്തമയ പൂജ സംബന്ധിച്ച നിലപാടിൽ ഗുരുവായൂർ ദേവസ്വത്തിന് തിരിച്ചടി. ഉദയാസ്തമന പൂജ വൃശ്ചിക മാസത്തിലെ ഏകാദശി നാളിൽ തന്നെ നടത്തണമെന്ന സുപ്രീം കോടതി ഉത്തരവ്. അഷ്ടമിച്ചിറയിൽ ബൈക്ക് അപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. പുത്തൻചിറ സ്വദേശിനി ലിജയാണ് മരിച്ചത്. തിരുവല്ലുവമലയിൽ നിയന്ത്രണം വിട്ട കാർ തുണിക്കടയിലേക്ക് ഇടിച്ചു കയറി. വാർത്തകൾ വിശദമായി. നെൽകർഷകരെ ദ്രോഹിക്കുന്ന നിലപാട് സ്വകാര്യ മില്ലുകൾ തുടർന്നാൽ അടുത്ത വർഷം മുതൽ സർക്കാർ മില്ലുകളായിരിക്കും നെല്ല് സംഭരിക്കുക എന്ന് മന്ത്രി GR അനിൽ. സർക്കാരിന്റെ അരിമില്ലുകൾ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മാളയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മനുഷ്യത്വ മുഖമില്ലാത്ത സ്ഥാപനങ്ങളായി പൊതുമേഖലാ ബാങ്കുകൾ മാറി. കർഷകന്റെ ബന്ധുവായിരുന്ന ബാങ്കുകൾ കർഷകരുടെ ശത്രുവായി മാറിയെന്നും സമ്പന്നർക്ക് കോടികൾ നൽകാനാണ് ബാങ്കുകൾക്ക് താൽപ്പര്യമെന്നും GR അനിൽ പറഞ്ഞു. മാറുന്ന രംഗം നമ്മൾ കാണുകയാണ്. ഒരു മനുഷ്യമുഖവും ഇല്ലാത്ത സമീപനം പലപ്പോഴും ബാങ്കുകൾ സ്വീകരിക്കും. തമിഴ്നാട്ടിൽ 4.5% പലിശയ്ക്ക് വായ്പ കൊടുക്കുമ്പോൾ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം കേരളത്തിലെ വിദ്യാർത്ഥികളോടും ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ചില മതമൗലികവാദ സംഘടനകളുടെ തീട്ടൂരത്തിനനുസരിച്ചാണ് പിന്മാറ്റമെന്നും MT രമേശ് ആരോപിച്ചു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം കേരളത്തിലെ ജനങ്ങളോടും വിദ്യാർത്ഥികളോടുമുള്ള വെല്ലുവിളിയാണ്. CPIയുടെ സമ്മർദ്ദം കൊണ്ടല്ല, മതതീവ്രവാദികളെ ഭയന്നാണ് സർക്കാർ മുട്ടുമടക്കുന്നത്. ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത് അത് കേവലം CPIയുടെ എതിർപ്പ് കൊണ്ട് മാത്രമല്ല. കേരളത്തിലെ ചില മതതീവ്രവാദ സംഘടനകൾ, മതമൗലികവാദ സംഘടനകൾ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ തിട്ടൂരത്തെ ഭയന്നുകൊണ്ടാണ്, അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ആളുകളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ്. പിന്മാറ്റത്തിലൂടെ കോടികൾ കേരളത്തിന് നഷ്ടമാകും. ആളുകളെ വിഡ്ഢികളാക്കുന്ന നയം തിരുത്തണം. വകുപ്പ് മന്ത്രി കാണാത്ത എന്തു കുഴപ്പമാണ് പദ്ധതിയിൽ സർക്കാരിലെ മറ്റുള്ളവർ കാണുന്നത്? മുഖ്യമന്ത്രി അറിയാതെയാണോ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്? ഇപ്പോഴത്തെ U-ടേണിന് കാരണം മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. PM ശ്രീ പദ്ധതി പിൻവാങ്ങുന്നതോടുകൂടി കോടിക്കണക്കിന് രൂപ കേരളത്തിൽ നഷ്ടമാവുകയാണ്. ആ നഷ്ടത്തിന് സംസ്ഥാന സർക്കാർ മറുപടി പറയേണ്ടതായിട്ട് വരും. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടുകൾ എന്താണ് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. കേന്ദ്ര പദ്ധതികളിൽ നിന്നും ഒരിക്കലും മാറി നിൽക്കാൻ സംസ്ഥാനത്തിന് കഴിയില്ല. വൈകാതെ മടങ്ങി വരേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനങ്ങൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കേവലം വാഗ്ദാനങ്ങൾ മാത്രമാണ്. ആവശ്യമായ പണമില്ലാതെ ആളുകളെ പറ്റിക്കുകയാണ്. കിറ്റ് കൊടുത്ത് ജയിച്ച പോലെ വാഗ്ദാനം നൽകി പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ആനുകൂല്യങ്ങളെല്ലാം ഈ 4.5 വർഷക്കാലം ഓടിയായിരുന്നു.
4-ാം തീയതി 5-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് വരുന്നത്. പിന്നെ ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ, പണമൊന്നും കയ്യിൽ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ ഇത് ആളുകളെ ബോധപൂർവം പറ്റിക്കളപ്പണ. 5 പൈസ മുടക്കണ്ടാത്ത കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കാതെ മുടക്കുകയാണ് പിണറായി സർക്കാരെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മേയറുമായി ഒരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ലെന്ന് ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. ഞങ്ങള് തൃശൂർ കോർപ്പറേഷന്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾക്കും അഴിമതിക്കുമെതിരായിട്ട് സമരം നടത്തി ഈ കോർപ്പറേഷനിലെ ഭൂരിപക്ഷം നേടാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ 5 കൊല്ലത്തെ വിഴുപ്പുപാട് ഞങ്ങൾ എന്തിനു നോക്കണം? BJP സംസ്ഥാന അധ്യക്ഷനെതിരായ ഭൂമി കുംഭകോണ വാർത്ത തള്ളിയ രമേശ് ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നതായും പറഞ്ഞു. വസ്തുതയില്ലാത്ത വാർത്തകൾക്ക് ആയുസ്സുണ്ടാവില്ല. BJP സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് പുറകിൽ പൊളിറ്റിക്കൽ കോൺസ്പിറസി ഉണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. TCV തൃശൂർ. കേവലം 33 രൂപയുടെ വർധനവിലൂടെ 9 മാസമായി സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ മുഖ്യമന്ത്രി അവഹേളിച്ചിരിക്കുകയാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP പറഞ്ഞു. തൃശൂർ DCCയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ജെബി മേത്തർ. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടില്ലെന്ന് പറഞ്ഞ് തിരക്കിട്ട് PM ശ്രീ കരാർ ഒപ്പിട്ട പിണറായി സർക്കാർ ക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനം നടത്തിയത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കൺകെട്ട് വിദ്യയാണെന്നും അവർ പറഞ്ഞു. ആശാവർക്കർമാരെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആക്ഷേപിക്കുകയാണ്, അവഹേളിക്കുകയാണ്. ഈ സമരം തുടങ്ങിയ സമയം മുതൽ ആശാവർക്കർമാരെ അവഹേളിക്കുന്ന ഒരു സമീപനമാണ് ഈ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടില്ലെങ്കിൽ നമുക്ക് ഫണ്ടില്ല, ഈ ഖജനാവിൽ ഫണ്ടില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നെല്ലാം പറയുന്ന ഈ സർക്കാരിന് ആശാവർക്കർമാരുടെ രോദനം കഴിഞ്ഞ 9 മാസക്കാലമായി അവർ പ്രകടിപ്പിക്കുമ്പോഴും ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഫണ്ടില്ല, അതിനുള്ള ഫണ്ടില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് എവിടെ നിന്ന് ഈ ഫണ്ട് വന്നു? നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ, എലക്ഷൻ വരുന്ന പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം തീർച്ചയായും ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച മണ്ണുത്തി വെറ്ററിനറി ഫാമിലെ പന്നികളെ കള്ളിംഗ് നടത്തി. പന്നിക്കുഞ്ഞുങ്ങൾ അടക്കം 490ഓളം പന്നികളെയാണ് കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കള്ളിംഗ് നടത്തി അണുനശീകരണം നടത്തിയത്. ബംഗളൂരുവിലെ SRDDL ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പന്നികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചത്. ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ ഐസക് സാമിന്റെ നേതൃത്വത്തിലാണ് റാപ്പിഡ് റെസ്പോൺസ് ടീം കള്ളിംഗ് നടത്തിയത്. രോഗബാധ കണ്ടെത്തിയ മണ്ണുത്തി ഫാമിനെ ചുറ്റളവ് രോഗബാധ പ്രദേശമായും 10 കിലോമീറ്റർ രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ കാരുണ്യ സ്പർശം പദ്ധതിക്ക് തൃശൂരിൽ തുടക്കം കുറിച്ചു. ചടങ്ങിൽ ഭക്ഷ്യമന്ത്രിക്ക് വിമർശനം. ചെമ്പൂക്കാവിൽ നടന്ന ചടങ്ങിൽ ഭക്ഷ്യമന്ത്രി GR അനിലായിരുന്നു പദ്ധതി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ കേരളപ്പിറവി ദിനത്തിലെ റേഷൻ വ്യാപാരികളുടെ സമരവുമായി ബന്ധപ്പെട്ട്
കഴിഞ്ഞ ദിവസം മന്ത്രി വിളിച്ച ചർച്ച പരാജയപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ സമരത്തിൽ നിന്ന് പിന്മാറിയാലേ താൻ പരിപാടിക്ക് എത്തൂവെന്നായി മന്ത്രി. തങ്ങൾ അന്നം മുട്ടിച്ചല്ല സമരം പ്രഖ്യാപിച്ചത്. ആത്മാഭിമാനം പണയം വെക്കാൻ താല്പര്യമില്ലാത്തതിനാൽ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് താലൂക്കുതല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സംഘടനയും വ്യക്തമാക്കി. ഇതോടെ മന്ത്രി പരിപാടിക്ക് എത്തിയുമില്ല. പിന്നാലെയാണ് സംഘടന മന്ത്രിയെ വിമർശിച്ച് രംഗത്തെത്തിയത്. അദ്ദേഹത്തിന്റെ സൗകര്യം മാത്രം നോക്കിയാണ് റേഷൻ ഡീലർമാരുടെ തിരക്കുകൾക്കിടയിലും പരിപാടി സംഘടിപ്പിച്ചത്. എന്നാൽ അവസാന നിമിഷത്തെ പിന്മാറ്റം ട്രേഡ് യൂണിയൻ സംഘടനയിൽപ്പെട്ട ഒരു മന്ത്രിക്ക് ചേർന്നതാണോ എന്ന് ആലോചിക്കണമെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. മന്ത്രിയുടെ അസാന്നിധ്യത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ കാരുണ്യസ്പർശം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സംഘടനയിലെ മരണപ്പെടുന്ന അംഗങ്ങളുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപയും മാരക രോഗങ്ങളാൽ വിഷമിക്കുന്ന അംഗങ്ങൾക്ക് 1 ലക്ഷം രൂപയും സ്ത്രീരോഗ ചികിത്സാ സഹായമായി വനിതാ അംഗങ്ങൾക്ക് 50,000 രൂപയും അംഗങ്ങളുടെ പെൺമക്കളുടെ വിവാഹ ധനസഹായമായി 25,000 രൂപയും നൽകുന്നതാണ് പദ്ധതി. സർക്കാരിൽ നിന്നും യാതൊരുവിധ സഹായങ്ങളും ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ സംഘടനയിലെ അംഗങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന തുകയിൽ നിന്നാണ് പദ്ധതി വിഹിതം കണ്ടെത്തുന്നത്. ഇതിനു പുറമെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണവും നടത്തും. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി, വർക്കിംഗ് പ്രസിഡന്റ് സി മോഹൻപിള്ള, സെക്രട്ടറി സെബാസ്റ്റ്യൻ ചൂണ്ടൽ, ട്രഷറർ എൻ മുഹമ്മദ് അലി, പദ്ധതി ചീഫ് ഓർഗനൈസർ പി ഡി പോൾ, ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോയി എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. മുള്ളൂർക്കര ആറ്റൂരിൽ നവജാത ശിശുവിന്റെ മൃതദേഹം പാറമടയിൽ തള്ളിയ യുവതിക്കെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. 2 ആഴ്ച മുൻപാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ആറ്റൂർ ഭഗവതിക്കുന്നിലെ 37 വയസ്സുള്ള സ്വപ്നയാണ് സ്വന്തം വീട്ടിലെ ശുചിമുറിയിൽ പ്രസവിച്ച ശേഷം കുഞ്ഞിനെ ബാഗിലാക്കി അടുത്തുള്ള ക്വാറിയിൽ ഉപേക്ഷിച്ചത്. ഗർഭിണിയായ വിവരം യുവതി വീട്ടുകാരിൽ നിന്നും മറച്ചുവെക്കുകയായിരുന്നു. ഗർഭഛിദ്രത്തിനുള്ള ഗുളിക കഴിച്ചതിനെ തുടർന്നാണ് 8ാം മാസത്തിൽ യുവതി പ്രസവിച്ചത്. തുടർന്ന് അമിത രക്തസ്രാവത്തെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. പരിശോധനയ്ക്കിടെ ഡോക്ടർമാർക്ക് തോന്നിയ സംശയത്തെ തുടർന്ന് സംഭവം പോലീസിൽ അറിയിക്കുകയായിരുന്നു. ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ആറ്റൂരിലെ യുവതിയുടെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി. യുവതി ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിലാണ്. പോലീസ് നടത്തിയ പരിശോധനയിൽ അഴുകിയ നിലയിൽ ക്വാറിയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. യുവതിയുടെ സഹോദരനാണ് കുഞ്ഞിന്റെ മൃതദേഹം ക്വാറിയിൽ ഉപേക്ഷിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൃശ്ചിക മാസത്തിലെ ഏകാദശിയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഗുരുവായൂർ ദേവസ്വത്തിന് തിരിച്ചടി. വൃശ്ചിക മാസത്തിലെ ഏകാദശി പൂജ ഡിസംബർ 1 തന്നെ നടത്തണമെന്ന് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഭരണപരമായ സൗകര്യം വെച്ച് തന്ത്രിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. ദേവന്റെ പ്രഭാവം വർദ്ധിക്കാനാണ് ഓരോ പൂജയും നടത്തുന്നത്. പൂജാരീതികളെക്കുറിച്ച് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. തന്ത്രിക്ക് ഒറ്റയടിക്ക് ഇത് മാറ്റാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം തുലാമാസത്തിലെ ഏകാദശി പൂജ നവംബർ 2 നടത്തുന്നതിൽ തടസ്സമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൃശ്ചികമാസ ഏകാദശിയിലെ ഉദയാസ്തമയ പൂജ മാറ്റിയതിനെതിരെ പുഴക്കര ചേനാസ് മനയിലെ ചില അംഗങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. വർഷങ്ങളായി പിന്തുടരുന്ന ഗുരുവായൂരിലെ ക്ഷേത്രാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പൂജകൾ എന്നിവയിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്ന് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അഡ്മിനിസ്ട്രേറ്റർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു. പുഴക്കര ചേനാസ് മനയിലെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ഹർജിക്ക് പിന്നിലെന്ന് അഡ്മിനിസ്ട്രേറ്റർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ആരോപിച്ചു. എന്നാൽ തന്ത്രിക്ക് ഏകപക്ഷീയമായി തീരുമാനമെടുക്കാനാകില്ലെന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. അതിനെ ദേവപ്രശ്നം നടത്തണമെന്നും ഹർജിക്കാർ കോടതിയിൽ പറഞ്ഞു. ഹർജിക്കാരുടെ വാദം പരിഗണിച്ചാണ് കോടതി വിധി. TCV ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൃശ്ചികമാസ ഏകാദശി ദിനത്തിൽ നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന ഉദയാസ്തമന പൂജ നടത്തണമെന്ന സുപ്രീം കോടതി ഉത്തരവ് സ്വാഗതാർഹമാണെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി സംസ്ഥാന ചെയർമാൻ ബേപ്പൂർ മുരളീധര പണിക്കർ പറഞ്ഞു. ആചാരലംഘനം ഹൈന്ദവ ജനതയോടുള്ള വെല്ലുവിളിയാണെന്നും തന്ത്രിയല്ല തന്ത്രശാസ്ത്രമാണ് അവസാന വാക്ക് എന്നും കാക്കശ്ശേരി രവീന്ദ്രൻ പണിക്കരും പ്രസ്താവനയിലൂടെ അറിയിച്ചു. ആചാരലംഘനം നടത്തിയ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന് ജ്യോതിഷ സഭ സംസ്ഥാന ചെയർമാൻ വിജീഷ് പണിക്കർ ആവശ്യപ്പെട്ടു. അഷ്ടമിച്ചിറയിൽ ബൈക്ക് അപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. പുത്തൻചിറ സ്വദേശി പുല്ലുപറമ്പിൽ ജേക്കബിന്റെ ഭാര്യ 43 വയസ്സുള്ള ലിജയാണ് മരിച്ചത്. ഭർത്താവിനോടൊപ്പം അഷ്ടമിച്ചിറയിൽ നിന്നും പുത്തൻചിറയിലുള്ള വീട്ടിലേക്ക് പോകുന്ന വഴി എതിർഭാഗത്തു നിന്നും മറ്റൊരു കാറിനെ മറികടന്നു വന്നിരുന്ന ബൈക്ക് ജേക്കബിന്റെ വാഹനത്തിൽ തട്ടുകയും ബൈക്കിന്റെ പുറകിൽ ഉണ്ടായിരുന്ന ലിജ റോഡിലേക്ക് വീഴുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ലിജ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഇടിച്ച ബൈക്ക് നിർത്താതെ പോയി. തിരുവല്ലുവാമലയിൽ നിയന്ത്രണം വിട്ട കാർ തുണിക്കടയിലേക്ക് ഇടിച്ചുകയറി. ആർക്കും പരിക്കില്ല.
ചുങ്കം സെന്ററിലെ രാമനാഥ് സ്റ്റോർ എന്ന തുണിക്കടയിലേക്കാണ് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചുകയറിയത്. കുത്താമ്പുള്ളി സ്വദേശി ഗോകുൽ ദേവി രാജുവാണ് കാർ ഓടിച്ചിരുന്നത്. സ്ഥാപനത്തിന് മുന്നിൽ ആരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. റോഡരികിലെ നടപ്പാതയ്ക്ക് സമീപമുള്ള കൈവരിയും തകർത്ത കാർ കടയ്ക്ക് മുന്നിലെ ചില്ലുകളും ഇടിച്ചു തകർത്താണ് നിന്നത്. കാറിന്റെ മുൻവശം തകർന്നു. വടക്കാഞ്ചേരി കല്ലമ്പാറയിൽ ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് ടാക്സി കാർ തട്ടിക്കൊണ്ടുപോയി. മണിക്കൂറുകൾക്കുള്ളിൽ വടക്കാഞ്ചേരി പോലീസ് കാർ കണ്ടെത്തി. തൃശൂർ മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്നുമാണ് അങ്കമാലിയിലേക്കെന്ന് പറഞ്ഞ് മുണ്ടത്തിക്കോട് സ്വദേശി വിനോദിന്റെ കാറ് ഓട്ടം വിളിച്ചത്. വെളപ്പായിയിൽ പോയി മദ്യം വാങ്ങി കുറാഞ്ചേരിയിലെത്തി കല്ലമ്പാറ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് കാർ തട്ടിക്കൊണ്ടുപോവുകയുമായിരുന്നു. വടക്കാഞ്ചേരി പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് SI ഹരിഹര സുനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കാറിന്റെ GPS ലൊക്കേഷൻ പിന്തുടർന്ന് ഡാൻസ് ഓഫ് ടീമും കുന്നംകുളം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കാണിപ്പയ്യൂർ യൂണിറ്റി ആശുപത്രിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് കാർ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. ചാലക്കുടി പുഴ മുറിച്ചു കടന്നാണ് എണ്ണപ്പനത്തോട്ടത്തിൽ 4 ആനകൾ എത്തിയത്. ആന കടക്കാതിരിക്കാൻ സ്ഥാപിച്ച ഫെൻസിംഗ് തകർത്താണ് കാട്ടാനക്കൂട്ടം എത്തിയത്. മേഖലയിൽ ആനകൾ തുടരുന്നതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. വനംവകുപ്പ് അധികൃതർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. മണ്ണുത്തിയിൽ ബസ്സുടമയെ ആക്രമിച്ച് 75 ലക്ഷം രൂപ കൊള്ളയടിച്ച സംഭവത്തിൽ 2 പ്രതികൾ കൂടി പിടിയിലായി. എറണാകുളം സ്വദേശികളായ രാഹുൽ, സാബു തോമസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 മുഖ്യപ്രതിയെ കൂടി ഇനി പിടികൂടാനുണ്ട്. എറണാകുളം സ്വദേശികളായ നവാസ്, ശ്യാം എന്നിവരെ കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തിരുന്നു. ദേശീയപാത കേന്ദ്രീകരിച്ച് കുഴൽപ്പണം തട്ടുന്ന സംഘത്തിൽപ്പെട്ടവരാണ് പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മണ്ണുത്തി CD മെഡിക്കൽ ഷോപ്പിന് മുന്നിൽ വെച്ച് അറ്റ്ലസ് ട്രാവൽസ് ഉടമ എടപ്പാൾ സ്വദേശി മുബാറക്കിനെ ആക്രമിച്ച് 75 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ബംഗളൂരുവിൽ നിന്ന് ബസ് വിറ്റ് കിട്ടിയ പണവുമായി എത്തിയ മുബാറക്ക് പണം അടങ്ങിയ ബാഗ് മെഡിക്കൽ ഷോപ്പിന്റെ പുറത്ത് സൈഡിൽ വെച്ചതിന് ശേഷം ശുചിമുറിയിലേക്ക് പോയ സമയത്താണ് തൊപ്പി ധരിച്ചെത്തിയ യുവാവ് പണം അടങ്ങിയ ബാഗ് തട്ടിയെടുത്തത്. വാടക ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള പണമിടപാട് കേന്ദ്രീകരിച്ചുള്ള സംസ്ഥാന വ്യാപക പരിശോധനയുടെ ഭാഗമായി കൊടുങ്ങല്ലൂരിലും റെയ്ഡ് നടത്തി. അഴീക്കോട് സ്വദേശിയെ കസ്റ്റഡിയിൽ എടുത്തു. സൈബർ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം കൈമാറുന്നതിന് അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകുന്നവരെ ലക്ഷ്യമിട്ടാണ് പരിശോധന നടന്നത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തൃപ്പുത്തരി ആഘോഷിച്ചു. തുലാമാസത്തിലെ തിരുവോണ നാളിലാണ് തൃപ്പുത്തരി. നേന്ത്രപ്പഴം, കദളിപ്പഴം, പച്ചക്കുരുമുളക്, പച്ചപ്പയർ, ചക്ക, ഇഞ്ചി, പച്ചമാങ്ങ എന്നിവ പുത്തരിക്ക് നിവേദിച്ചു. തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന അനിപ്രകാശ് നമ്പൂതിരി പൂജയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് ക്ഷേത്രം പടിഞ്ഞാറേ ഊട്ടുപുരയിൽ ഭക്തജനങ്ങൾക്കായി തൃപ്പുത്തരി സദ്യ ഒരുക്കി.
ചാലക്കുടി പോട്ട കച്ചേരി വളപ്പിൽ നിന്നെത്തിച്ചതും ഭക്തർ ഭഗവാന് കാഴ്ചയെ സമർപ്പിച്ചതുമായ പല വ്യഞ്ജനങ്ങൾ കൊണ്ടാണ് പുത്തരി വിഭവങ്ങൾ തയ്യാറാക്കിയത്. രസകാളൻ, ഇടിയൻ ചക്കത്തോരൻ, നാരങ്ങക്കറി, വഴുതനങ്ങ നിവേദ്യം, 4 നുറുക്ക്, പഴം നുറുക്ക്, തേങ്ങാ ചമ്മന്തി, പപ്പടം, മോര്, പായസം തുടങ്ങിയ വിഭവങ്ങളാണ് തൃപ്പൂത്തരി സദ്യയ്ക്ക് ഉണ്ടായിരുന്നത്. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മുരളി ഹരിതം, അഡ്വക്കേറ്റ് KG അജയകുമാർ, പ്രഭാകരൻ, ബിന്ദു, രാഘവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ മുക്കിടി ആഘോഷിക്കും. പുത്തരി സദ്യയുണ്ട ഭഗവാന് ഉദരസംബന്ധമായ അസുഖം ബാധിച്ചെന്നും ഇത് മാറുന്നതിനായി മൂപ്പിൽ സ്വാമിയാർ മുക്കിടി ഔഷധം ഉണ്ടാക്കി നൽകിയെന്നും ഇത് സേവിച്ച ഭഗവാന് അസുഖം ഭേദപ്പെടുമെന്നാണ് വിശ്വാസം. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് തുറന്നതോടെ തൃശൂർ ചെമ്പൂക്കാവ് മൃഗശാലയിലേക്കുള്ള പ്രവേശനം സൗജന്യമാക്കി. മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞെങ്കിലും നിരവധി പേരാണ് ദിവസവും മൃഗശാല മ്യൂസിയം സന്ദർശിക്കാൻ എത്തുന്നത്. ചെമ്പൂക്കാവിലുള്ള മൃഗങ്ങളെ പൂർണ്ണമായും പുത്തൂരിലേക്ക് മാറ്റിയിട്ടില്ലാത്തതിനാൽ ഇപ്പോഴും നിരവധി സന്ദർശകരാണ് ഇവിടെ എത്തുന്നത്. 3 ഹിപ്പോപ്പൊട്ടാമസും സിംഹവും ഇപ്പോഴും തൃശൂർ മൃഗശാലയിൽ തന്നെയുണ്ട്. 5 കടുവകളിൽ 3 എണ്ണത്തിനെ മാത്രമാണ് പുത്തൂരിലേക്ക് കൊണ്ടുപോയത്. 2 പുലികളിൽ 1 പുത്തൂരിലേക്ക് കൊണ്ടുപോയി. കുരങ്ങ്, മയിൽ, പാമ്പുകൾ, പുള്ളിമാൻ, മ്ലാവ്, കൃഷ്ണമൃഗം, കുരങ്ങ്, പക്ഷികൾ തുടങ്ങിയവയും ചെമ്പൂക്കാവ് മൃഗശാലയിൽ തന്നെയുണ്ട്. കൂടാതെ ആർട്ട് മ്യൂസിയവും പ്രവർത്തിക്കുന്നു. മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞതിനാൽ ഇപ്പോൾ ടിക്കറ്റ് വാങ്ങുന്നില്ലെന്നും ചെമ്പൂക്കാവ് മൃഗശാലയെ കേരള സ്റ്റേറ്റ് മ്യൂസിയമാക്കി മാറ്റാനുള്ള പദ്ധതി തയ്യാറാക്കി വരുന്നതായും സൂപ്രണ്ട് TV അനിൽകുമാർ പറഞ്ഞു. ഇതോടൊപ്പം ഫിഷ് അക്വേറിയം ഉടൻ പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും 3D പ്രോജക്ടർ പ്രദർശനം ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മ്യൂസിയം മൃഗശാല ഇരിക്കുന്ന സ്ഥലം കേരള സ്റ്റേറ്റ് മ്യൂസിയം എന്ന ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന എല്ലാ മരങ്ങളും സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള പുതിയ മ്യൂസിയം ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു അക്വേറിയം ഏകദേശം ഒരു 90% പണി പൂർത്തിയായിരിക്കുന്നുണ്ട്. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി അക്വേറിയം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. 140 വർഷത്തോളം പഴക്കമുള്ള 13.5 ഏക്കറോളം വരുന്ന തൃശൂർ മൃഗശാല മ്യൂസിയം വളപ്പിൽ 190ഓളം ഇനങ്ങളിലുള്ള 500-ൽ പരം മരങ്ങളുടെ അപൂർവ ശേഖരമാണുള്ളത്. ഓക്സിജന്റെ കലവറയായ നഗരത്തിലെ പച്ചത്തുരുത്താണ് ചെമ്പൂക്കാവ് മൃഗശാല മ്യൂസിയം. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികൾ ഒളിവിൽ തുടരുന്നു. പ്രഹ്ലേഷ്, ദിവേഗ് ദാസ് എന്നിവരാണ് ഒളിവിൽ തുടരുന്നത്. പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് കർണംകോട്ട് സ്വദേശി മുസ്തഫയാണ് ജീവനൊടുക്കിയത്. കേസെടുത്ത ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പ്രഹ്ലേഷിന്റെ നെന്മിനിയിലുള്ള വീട്ടിലും ദിവേഗ് ദാസിന്റെ കണ്ടാണശ്ശേരിയിലെ വീട്ടിലും പരിശോധന നടത്തി. നിരവധി രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. പ്രതികളെ പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ഗുരുവായൂർ ടെമ്പിൾ SHOയ്ക്കാണ് അന്വേഷണ ചുമതല. തൃശൂർ കോർപ്പറേഷൻ കണിമംഗലം അംബേദ്കർ പാർക്കിന് സമീപം നിർമ്മിച്ച മിനി ഫുട്ബോൾ ടർഫ് മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ വിനേഷ് തയ്യിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വർഗീസ് കണ്ടംകുളത്തി, PK ഷാജൻ, കൗൺസിലർമാരായ എബി വർഗീസ്, ജയപ്രകാശ് പൂവത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കോർപ്പറേഷന്റെ 8 ഡിവിഷനുകളിലെ മാലിന്യം നിക്ഷേപിച്ചിരുന്ന ഇവിടെ 3 മാസം കൊണ്ടാണ് 75 ലക്ഷം രൂപ ചെലവഴിച്ച് മിനി ഫുട്ബോൾ ടർഫാക്കി മാറ്റിയത്. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമിയിൽ നടന്ന പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TD പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KM അരുൺ, വൈസ് പ്രസിഡന്റ് KM രമേശ്, R രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത മഴയിൽ വിത്ത് നശിച്ച കർഷകർക്ക് കൃഷിവകുപ്പ് വിത്ത് വിതരണം ചെയ്തു. പുല്ലഴി കോൾപ്പടവിലെ 200 ഏക്കർ നിലത്തിൽ കൃഷിയിറക്കിയവർക്കാണ് 6.5 ടൺ വിത്ത് നൽകിയത്. P ബാലചന്ദ്രൻ MLA വിത്ത് വിതരണം നിർവഹിച്ചു. പുല്ലഴി കോൾപ്പടവ് സഹകരണ സംഘം പ്രസിഡന്റ് ഗോപിനാഥൻ കൊളങ്ങാട്ട്, കൃഷി ഓഫീസർമാരായ പ്രതീഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 4 മന്ത്രിമാരടക്കമുള്ള യോഗയിലും അദ്ദേഹം നമുക്കൊരു അവസരമുണ്ടാക്കി. ഫ്ലോർ വൈസ് ജനങ്ങളെയും സഹായിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ കാർഷിക സർവകലാശാലയിൽ ബാധ്യതകൾ കെട്ടിവെക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും ഫീസ് വർധനവ് ഉടൻ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് ABVP തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തി കാർഷിക സർവകലാശാലയ്ക്ക് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചു.
ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ S. അക്ഷയ്, R. അശ്വതി, ജില്ലാ സെക്രട്ടറി യദുകൃഷ്ണൻ, ജില്ലാ സമിതി അംഗം അരുൺ എന്നിവർ സംസാരിച്ചു. തകർന്നുകിടക്കുന്ന കലുങ്ക് പുനർനിർമ്മാണം ആരംഭിച്ചില്ല. മലക്കപ്പാറയിലെ വിനോദസഞ്ചാരം താറുമാറായി. ഷോളയാറിനടുത്ത് കുമ്മാട്ടിയിലെ 34 മൈലിലാണ് കലുങ്ക് തകർന്നത്. കാലപ്പഴക്കത്താൽ അടിത്തറയുടെ പകുതിയോളം ഇടിഞ്ഞുവീണ കലുങ്കിലൂടെ ഇപ്പോൾ ഭാരവാഹനങ്ങൾ കടത്തിവിടുന്നില്ല. ലോറികൾ, വിനോദസഞ്ചാര ബസ്സുകൾ, മിനി ബസ് എന്നിവ ഉൾപ്പെടെയുള്ളവയ്ക്ക് 10 ദിവസമായി മലക്കപ്പാറയിലേക്ക് പോകാനാകുന്നില്ല. പൊതുമരാമത്ത് വകുപ്പാകട്ടെ കലുങ്ക് പുനർനിർമ്മാണത്തിന് ഇതുവരെയും നടപടികളും സ്വീകരിച്ചിട്ടില്ല. കലുങ്ക് ബലപ്പെടുത്തുന്നതിന് സനീഷ് കുമാർ ജോസഫ് MLA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടിഞ്ഞ ഭാഗം ബലപ്പെടുത്തുന്നതിനും കടമ്പകൾ ഏറെ കടക്കേണ്ടതുണ്ടെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും കുമ്മാട്ടിക്കലുങ്കിന്റെ തകർച്ചയോടെ ഇപ്പോൾ മലക്കപ്പാറ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലെത്തി. KSRTC അടക്കം സർവീസ് ബസ്സുകളെ കടത്തിവിടുന്നുണ്ടെങ്കിലും വിനോദസഞ്ചാരം ഭാഗികമായത് മലക്കപ്പാറയ്ക്ക് തിരിച്ചടിയായി. മലക്കപ്പാറ ലക്ഷ്യമിട്ട് ദൂരദിക്കുകളിൽ നിന്നും വരുന്ന വലിയ വാഹനങ്ങളെ വാഴച്ചാൽ വെച്ച് തിരിച്ചുവിടുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. അയ്യന്തോൾ തൃക്കുമാരംകുടം ക്ഷേത്രത്തിൽ അഗ്നിബാധ. ക്ഷേത്രത്തിലെ ഊട്ടുപുര കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണയ്ക്കാനായത്. എറിയാട് പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിച്ചു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA ഹഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. എടവിലങ്ങ് കാരയിൽ ജനകീയാരോഗ്യ കേന്ദ്രം തുറന്നു. മന്ത്രി GR അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, കോസ്റ്റ് ഫോർഡ് പ്രോജക്ട് ഡയറക്ടർ PB സരിത, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സുഗത ശശിധരൻ, KS ജയ തുടങ്ങിയവർ സംസാരിച്ചു. ഈർക്കിൽ ഉപയോഗിച്ച് ഗുരുവായൂർ ക്ഷേത്ര മാതൃക തീർത്തിരിക്കുകയാണ് കോട്ടപ്പടി സ്വദേശി മാറോക്കി ബിജു. ക്ഷേത്രത്തിനകം ഇന്നേവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കേട്ടറിവുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുകയാണ് ഈ കലാകാരൻ. സിമന്റ് പണിക്കാരനായ ബിജു 10 മാസമെടുത്താണ് ഈർക്കിലിയിൽ ഗുരുവായൂർ ക്ഷേത്ര മാതൃക തീർത്തിരിക്കുന്നത്. 6 അടി നീളവും 4 അടി വീതിയുമുള്ള മാതൃകയ്ക്ക് 2.5 അടിയോളം ഉയരമുണ്ട്. കിഴക്കേ നടയിലെ ദീപസ്തംഭവും ഗോപുരവും മതിൽക്കെട്ടും അതേ രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. കൊടിമരവും ചുറ്റമ്പലവും നടപ്പുരയും നാലമ്പലവും അടക്കം 14 ഭാഗങ്ങളായാണ് നിർമ്മിച്ചിരിക്കുന്നത്. പേപ്പറും കാർഡ്ബോർഡും ഉപയോഗിച്ച് ഓരോ ഭാഗവും തയ്യാറാക്കിയതിനു ശേഷം പശ ഉപയോഗിച്ച് ഈർക്കിൽ ഒട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 5000-ഓളം ഈർക്കിലിയാണ് ഇതിനായി വേണ്ടി വന്നത്. യൂട്യൂബിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട് നേരത്തെ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളി നിർമ്മിച്ചിരുന്നു. പിന്നീടാണ് ഗുരുവായൂർ ക്ഷേത്രം നിർമ്മിക്കണമെന്ന ആഗ്രഹം തോന്നിയത്. ഇതറിഞ്ഞതോടെ നാട്ടിലെ ക്ലബ്ബുകാർ വലിയൊരു മേശ സമ്മാനിച്ചു. ഇതിനു മുകളിലാണ് മാതൃക നിർമ്മിച്ചത്. ജോലി കഴിഞ്ഞെത്തിയാൽ 1 മണിക്കൂർ നിർമ്മാണത്തിനായി നീക്കിവെക്കുകയാണ് പതിവെന്ന് ബിജു പറഞ്ഞു. ജനുവരി സ്റ്റാർട്ടിയതാണ്. ഇപ്പൊ ഒരു 10 മാസമായത്. ഇപ്പോ ഡെയിലി 1 മണിക്കൂർ പണി കഴിഞ്ഞു വന്നിട്ടാണ് 1 മണിക്കൂർ ഇരിക്കുകയാണ്. ഭാര്യ വീണയും മക്കളായ കെവിൻ, അനിറ്റ എന്നിവരും ചേർന്ന് ഈർക്കിലി തയ്യാറാക്കി നൽകും. ആഴ്ചയിൽ 1 തവണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന പുഷ്പ ക്ഷേത്രത്തിന്റെ മുക്കും മൂലയും വിവരിച്ചു നൽകും. അതനുസരിച്ച് നിർമ്മാണം നടത്തും. അവസാന മിനുക്കുപണികൾ കൂടി കഴിഞ്ഞാൽ വാർണിഷ് അടിച്ച് മാതൃക ഞായറാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിക്കും. ഇതിനുശേഷം പാലയൂർ പള്ളിയുടെ മാതൃക നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് സഹോദരി റീന പറഞ്ഞു. ഈ ഞായറാഴ്ചയോട് കൂടി പൂർത്തീകരിച്ച് ഗുരുവായൂരമ്പലത്തിലേക്ക് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുന്നോടിയായിട്ട് ഇനി നിൽക്കുന്നത് പാലൂർ പള്ളിയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ പാലൂർ പള്ളി ഉണ്ടാക്കാൻ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാകും. നിർമ്മാണത്തിന്റെ മഹത്വം കേട്ടറിഞ്ഞ് നിരവധി പേരാണ് ദിവസവും ബിജുവിന്റെ വീട്ടിലെത്തുന്നത്. TCV ഗുരുവായൂർ.
ചെമ്പുകാവ് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് സ്ഥാപനത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ 35 ലക്ഷം വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AV വല്ലഭൻ, THS സൂപ്രണ്ട് P ജയപ്രസാദ്, GIFD ഇൻസ്ട്രക്ടർ ഇൻചാർജ് KR ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. വിയൂർ മണലാറുകാവ് ക്ഷേത്രത്തിൽ പോത്തോട്ട മത്സരവും വള്ളുവൻ രീതിയിലുള്ള ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന പോത്തോട്ട മത്സരത്തിൽ 5 പോത്തുകൾ പങ്കെടുത്തു. ഉരുക്കൾക്ക് വേണ്ടിയും കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടിയുമുള്ള പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ദേവസ്വം ഗോശാലയിൽ തൊഴുത്ത് പൂജയും നടന്നു. ദേവസ്വം എഴുത്തച്ഛൻ സമാജം, ബാലസംഘം, പാണ്ടിക്കാവ് ന്യൂ കേരള എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ നടന്നത്. ചടങ്ങുകൾക്ക് ദേവസ്വം പ്രസിഡന്റ് PN രാമൻകുട്ടി, സെക്രട്ടറി കൃഷ്ണകിഷോർ എന്നിവർ നേതൃത്വം നൽകി. ഒല്ലൂർ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റഫായേൽ മാലാഖയുടെ തിരുനാളിന്റെ ഭാഗമായി സംഗീത സംവിധായകൻ ഔസേപ്പച്ചനെ ആദരിച്ചു. വികാരി ഫാദർ വർഗീസ് കുത്തൂർ, നടത്തുകൈക്കാരൻ ഷോണി അക്കര എന്നിവർ ചേർന്ന് ഔസേപ്പച്ചനെ പൊന്നാടയണിയിച്ചു. ദേവദൂതർക്കൊപ്പം ഔസേപ്പച്ചനും എന്ന പരിപാടിയിൽ ഔസേപ്പച്ചൻ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനമേളയും നടന്നു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,135 രൂപ, പവന് 89,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. കർഷകരിൽ നിന്ന് നെല്ല് ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സ്വകാര്യ മില്ലുകൾക്കെതിരെ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ. നെൽകർഷകരെ ദ്രോഹിക്കുന്ന നടപടി തുടർന്നാൽ അടുത്ത വർഷം മുതൽ സർക്കാർ മില്ലുകളായിരിക്കും നെല്ല് സംഭരിക്കുക എന്ന് മന്ത്രി. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പിന്മാറാനുള്ള തീരുമാനം കേരളത്തിലെ വിദ്യാർത്ഥികളോടും ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. വിദ്യാഭ്യാസ മന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും MT രമേശ്. ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച മണ്ണുത്തി വെറ്ററിനറി ഫാമിലെ പന്നികളെ കള്ളിംഗ് നടത്തി. 490ഓളം പന്നികളെയാണ് കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് കള്ളിംഗ് നടത്തിയത്. ഭക്ഷ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. വിമർശനം അസോസിയേഷന്റെ പരിപാടിയിൽ മന്ത്രി പങ്കെടുക്കാത്തതിനെ തുടർന്ന്. മുള്ളൂർക്കര ആറ്റൂരിൽ നവജാത ശിശുവിനെ പാറമടയിൽ ഉപേക്ഷിച്ച് യുവതിക്കെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. വിവരം പുറത്തറിയുന്നത് യുവതി ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ. ഉദയാസ്തമയ പൂജ സംബന്ധിച്ച നിലപാടിൽ ഗുരുവായൂർ ദേവസ്വത്തിന് തിരിച്ചടി. ഉദയാസ്തമയ പൂജ വൃശ്ചിക മാസത്തിൽ ഏകാദശി നാളിൽ തന്നെ നടത്തണമെന്ന് സുപ്രീം കോടതി ഉത്തരവ്. അഷ്ടമിച്ചിറയിൽ ബൈക്ക് അപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. പുത്തൻചിറ സ്വദേശിനി ലിജയാണ് മരിച്ചത്. തിരുവല്ലുവാമലയിൽ നിയന്ത്രണം വിട്ട കാർ തുണിക്കടയിലേക്ക് ഇടിച്ചു കയറി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.